السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്ൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വൻപാപങ്ങൾ ഏതൊക്കെ രൂപത്തിലാണ്, എന്തൊക്കെയാണ് എന്ന് വളരെ മനോഹരമായി പ്രതിപാദിക്കുന്ന ഒരു കിതാബാണ് അൽ കബായിർ എന്ന കിതാബ്. കഴിഞ്ഞ ദർസിൽ ബാബുൻ അക്ബറുൽ കബായിർ, വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാപങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഹദീസായിരുന്നു നമ്മൾ ആദ്യം വായിച്ചത്. ഷെയ്ഖ് റഹിമഹുല്ലാ ആമുഖം എന്ന രൂപത്തിൽ വൻപാപങ്ങൾ ഉപേക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി. അതുപോലെ വൻപാപങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക എന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ മനസ്സിലാക്കി തന്നു. ശേഷം എത്രയാണ് വൻപാപങ്ങൾ എന്നതും അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ തന്നെ ഉണർത്തുകയുണ്ടായി. അഥവാ 70ഉം 700ഉം വരെയാണ് വൻപാപങ്ങളുടെ എണ്ണം എന്നാണ്. അതിൽ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായ 7 വൻപാപങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ മനസ്സിലാക്കി തന്നത്, പഠിപ്പിച്ചു തന്നത്. അതിനുശേഷം ഒന്നാമത്തെ അധ്യായമാണ് ബാബുൻ അക്ബറുൽ കബായിർ, വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപം. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഒരു ഹദീസാണ് ആ ഭാഗത്ത് ഷെയ്ഖ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആദ്യത്തെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദർസിൽ നമ്മൾ മനസ്സിലാക്കിയത്. അഥവാ അൻ അബീ ബക്ര റളിയല്ലാഹു അൻഹു ഖാല, മഹാനായ സഹാബി അബൂബക്ര റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അഥവാ ഒരിക്കൽ അവിടുന്ന് സഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി, അലാ ഉനബ്ബിഉകും ബി അക്ബറിൽ കബായിർ, നിങ്ങൾക്ക് ഞാൻ വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപങ്ങളെക്കുറിച്ച് അറിയിച്ചു തരട്ടെയോ? ഖുൽന, സഹാബികൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, അതെ അറിയിച്ചു തന്നാലും അള്ളാഹുവിൻ്റെ റസൂലേ. ഖാല, അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അഥവാ ഒരുപാട് വൻപാപങ്ങളുണ്ട്, 7 മുതൽ 70 മുതൽ 700 വരെ. ആ 700 വരെ, അതല്ലെങ്കിൽ ഇത്രയധികം വൻപാപങ്ങൾ ഉണ്ടെങ്കിലും ആ വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ വൻപാപം, ഏറ്റവും വലിയ വൻപാപം അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, അഥവാ ഷിർക്ക് ചെയ്യലാണ്. എന്താണ് ഷിർക്ക് എന്നും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ അപകടവും കഴിഞ്ഞ ദർസിൽ അൽഹംദുലില്ലാഹ് നമ്മൾ മനസ്സിലാക്കിയതാണ്. ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച മറ്റു ചില വൻപാപങ്ങളെക്കുറിച്ചാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അവിടുന്ന് തുടർന്നു, അൽ ഇഷ്റാഖു ബില്ലാഹ് എന്നതിന് ശേഷം വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കൽ. ഉഖൂഖ് എന്ന് പറഞ്ഞാൽ ഹുഖൂഖിന് നേർ വിപരീതമാണ്. അഥവാ ഹഖ് എന്ന് പറഞ്ഞാൽ ബാധ്യത, അതിൻ്റെ ബഹുവചനമാണ് ഹുഖൂഖ്, ബാധ്യതകൾ. അതിൻ്റെ നേർ വിപരീതമാണ് ഉഖൂഖ്, ഐൻ. ആദ്യത്തത് ഹ ആണ്, രണ്ടാമത്തത് ഐനാണ്. ഐൻ കൊണ്ട് തുടങ്ങുന്ന ഉഖൂഖ് എന്ന വാക്ക്
ഉപദ്രവിക്കൽ, ബാധ്യതകൾ നിറവേറ്റാതിരിക്കൽ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ പല സ്ഥലങ്ങളിലും എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് മാതാപിതാക്കളോടുള്ള ബാധ്യത. അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ ഇസ്രായിൽ നമുക്ക് കാണാം, വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. അഥവാ സഹോദരങ്ങളെ, ഈ ആയത്തുകളെല്ലാം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ബാധ്യത എടുത്തു പറഞ്ഞ തൊട്ടുടനെ പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, ഗുണം ചെയ്യുക. സൂറത്തുൽ അൻആമിൽ നമുക്ക് കാണാം, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുകയാണ്, ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും. നബിയെ പറയുക, തആലൗ, നിങ്ങൾ വരൂ, അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും, നിങ്ങൾക്കുമേൽ നിങ്ങളുടെ റബ്ബ് ഹറാമാക്കിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. ആദ്യം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ച കാര്യം അല്ലാ തുശ്രികൂ ബിഹി ഷൈആ. അല്ലാഹു തുടങ്ങിയതെന്താണ്? അല്ലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, തൊട്ടുടനെ അല്ലാഹു പറയുകയാണ്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക, നന്മ ചെയ്യുക. സൂറത്തുൻ നിസായിൽ നമുക്ക് കാണാം, അല്ലാഹു പറയുന്നു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈആ, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക, നന്മ ചെയ്യുക. സൂറത്തുൽ ലുഖ്മാനിൽ നമുക്ക് കാണാം, അല്ലാഹു പറയുകയാണ്, അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസീർ, എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കുക, എന്നോട് നന്ദിയുള്ളവരാവുക, നിങ്ങളുടെ മാതാപിതാക്കളോടും. ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. ഈ ആയത്തുകളെല്ലാം സഹോദരങ്ങളെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ബാധ്യത പറഞ്ഞ തൊട്ടുടനെയാണ് മാതാപിതാക്കളുടെ കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യത കഴിഞ്ഞാൽ ജനങ്ങളിൽ ഏറ്റവും ബാധ്യതയുള്ളത് ഒരാളുടെ മാതാപിതാക്കളോടാണ്. ഇമാം അൽ ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു കിതാബാണ് അൽ അദബുൽ മുഫ്രദ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അൽ അദബുൽ മുഫ്രദ് എന്ന് പേരുള്ള ഒരു കിതാബ് അദ്ദേഹത്തിനുണ്ട്. ആ കിതാബിൽ അദ്ദേഹം മര്യാദകളുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ ഓരോ ബാബുകളായി തരംതിരിച്ച് കൊടുത്തിട്ടുണ്ട്. ആ കിതാബിൻ്റെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരായത്ത് കൊണ്ടാണ് അദ്ദേഹം ആ കിതാബ് ആരംഭിക്കുന്നത്. ഏതാണ് ആയത്ത്? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, മനുഷ്യനോട് നാം വസിയത്ത് നൽകിയിരിക്കുന്നു, അവൻ്റെ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ വർത്തിക്കുക. ശേഷം ഉമ്മയോടുള്ള, ഉപ്പയോടുള്ള, അങ്ങനെ ബാധ്യതകൾ എടുത്തു പറയുന്ന ഹദീസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഏതാനും ചില അധ്യായങ്ങൾ കൊടുത്തിട്ടുള്ളത്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, ഇമാം അൽ ബുഖാരി റഹിമഹുല്ല ഈ കിതാബിൽ ഇത് വായിക്കുന്ന ഒരാളോട് ഇങ്ങനെ പറയുന്നത് പോലെയാണ് തോന്നുന്നത്. എന്താണ്? ജനങ്ങളിൽ നിനക്ക് ഏറ്റവും ബാധ്യതയുള്ള, നീ ആദ്യം മര്യാദ കാണിക്കേണ്ടവർ നിൻ്റെ മാതാപിതാക്കളാണ് എന്ന് അദ്ദേഹം പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ആ അധ്യായം എടുത്തു കൊടുത്ത ശൈലി, രൂപം കണ്ടാൽ തോന്നുക എന്നാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ, അവരോടുള്ള മര്യാദകൾ. നമ്മിൽ പലരും മറ്റുള്ളവരോട്, ജനങ്ങളോട്, കൂട്ടുകാരോട്, പുറത്ത്, വീടിന് പുറത്ത്, അങ്ങാടിയിൽ, മസ്ജിദുകളിൽ, എല്ലാ സ്ഥലങ്ങളിലും നല്ല സ്വഭാവക്കാരായിരിക്കും. പക്ഷേ നമുക്കേറ്റവും ബാധ്യതയുള്ള, നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട,
മര്യാദ പാലിക്കേണ്ട, താഴ്മ കാണിക്കേണ്ട, വിനയം കാണിക്കേണ്ട സ്ഥലമാണ് നമ്മുടെ മാതാപിതാക്കളുടെ പരിസരം അവരുമായി ഇരിക്കുമ്പോൾ. എന്നാൽ അവിടെയാണ് നമ്മിൽ പലർക്കും വീഴ്ച വരാറുള്ളത്. അവിടെയാണ് നമ്മുടെ ശബ്ദം ഉയരാറുള്ളത്. അവിടെയാണ് നമ്മുടെ എല്ലാ സ്വഭാവ ദൂഷ്യവും പുറത്തേക്ക് വരാറുള്ളത്. അവിടെയാണ് അപമര്യാദകൾ പുറത്തേക്ക് വരാറുള്ളത്. എല്ലാവിധ തോന്നിയവാസങ്ങളും നമ്മുടെ ദേഷ്യവും കോപവും എല്ലാം ഇറക്കുമതി ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ടാണ് പലപ്പോഴും നമ്മിൽ പലർക്കും തോന്നാറുള്ളത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റ്, വൻപാപം പറഞ്ഞ ഉടനെയാണ് ഈ കാര്യം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അഥവാ മാതാപിതാക്കളെ ഉപദ്രവിക്കൽ എന്നുള്ളത്, അവരോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതിരിക്കുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ട കാര്യമാണ്. സാധാരണ വൻപാപമല്ല. മുന്നേ പറഞ്ഞതുപോലെ വൻപാപങ്ങളെല്ലാം ഒരേ രൂപത്തിലുള്ളതല്ല. ചിലത് ചിലതിനേക്കാൾ കടുപ്പമുള്ളതാണ്, ചിലത് ചിലതിനേക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൗരവമുള്ളതാണ്. അതിൻ്റെ കൂടെയാണ് ഈ തിന്മ എണ്ണിപ്പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ വന്ന അബദ്ധങ്ങൾ തിരുത്തേണ്ടതുണ്ട്, നന്നാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചെറിയ മക്കൾ, പെൺമക്കൾ, യുവാക്കൾ, യുവതികൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ കേവലം കൈയെടുത്ത് തല്ലുക, ശാരീരികമായ ഉപദ്രവം ഏൽപ്പിക്കുക എന്നത് മാത്രമല്ല, മാനസികമായ ഉപദ്രവം വളരെ ഗൗരവമാണ്. വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട് എത്ര മക്കൾ, മാതാപിതാക്കൾ എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. എല്ലാ രൂപത്തിൽ ചെറിയ പ്രായത്തിൽ നല്ല രൂപത്തിൽ പോറ്റി വളർത്തി അവർ സ്വയം ആരോഗ്യം, യൗവനം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാപ്പയെ കാണുമ്പോൾ, ഉമ്മയെ കാണുമ്പോൾ ഇന്നത്തെ ഭാഷയിൽ തന്ത വൈബ് എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇത്ര മോശമാണ്, വളരെ ഗൗരവമാണ്. മാത്രമല്ല സഹോദരങ്ങളെ, എന്തൊക്കെ രൂപത്തിലുള്ള തിന്മകളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു കുടുംബത്തെ മുഴുവനും കണ്ണീരിലാഴ്ത്തുന്ന എത്ര മക്കളുണ്ട്. നല്ല രൂപത്തിൽ പഠിക്കാൻ പറഞ്ഞയച്ച പെൺമക്കൾ അവർക്ക് തോന്നിയതുപോലെ പല രൂപത്തിലുള്ള അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അതിൻ്റെ എല്ലാം പ്രയാസങ്ങൾ പേറേണ്ടത് ഈ പറഞ്ഞ മാതാപിതാക്കളാണ്. നല്ല സ്വപ്നങ്ങൾ കണ്ട് വളർത്തിയ മാതാപിതാക്കളുടെ കണ്ണുനീരിന് ഒരു വിലയുമില്ല. അവനവൻ്റെ സുഖം, അവനവൻ്റെ സൗഹൃദം, ഞാൻ അവന് വാക്കുകൊടുത്തു പോയി, അത് തിരിച്ചങ്ങോട്ട് ഞാൻ വാക്കുകൊടുത്തു പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾ വളരെ അടുത്തു പോയി. സഹോദര സഹോദരി, നമുക്ക് ഏറ്റവും ബാധ്യതയുള്ളത് ആരോടാണ്? ഇന്നലെ കണ്ടവനോടാണോ? അതല്ലെങ്കിൽ ഇന്നലെ നമ്മോടൊപ്പം കൂട്ടുകൂടിയ ആളുകളോടാണോ? ഒരിക്കലുമല്ല. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവനെ അവൻ്റെ മാതാവ് ഗർഭം ചുമന്നു, വഹ്നൻ അലാ വഹ്ൻ, പ്രയാസങ്ങൾക്ക് മീതെ പ്രയാസം സഹിച്ചുകൊണ്ട്. എത്ര പ്രയാസകരമാണ്! ആ പ്രയാസം എത്ര കടുത്തതാണ് എന്നറിയണമെങ്കിൽ സഹോദരങ്ങളെ, നമ്മളൊരു വിവാഹം കഴിച്ച് നമ്മുടെ ഭാര്യ ഗർഭിണിയായാലാണ് നമുക്ക് മനസ്സിലാവുക നമ്മെ നമ്മുടെ ഉമ്മ എത്ര പ്രയാസം സഹിച്ചിട്ടാണ് ഗർഭം ചുമന്നത്. എന്നിട്ട് 9 മാസമായി കഴിഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട് പ്രസവിക്കുകയാണ്. അതിനുശേഷം 2 വർഷം മുലയൂട്ടുകയാണ്. അതിനിടയിൽ രോഗം വരാം, രാത്രി ഉറക്കമൊഴിക്കും, ഒരു ചെറിയ തലവേദന, ഒരു പനി, ഒരു കരച്ചിൽ. എത്ര പ്രയാസം സഹിച്ചിട്ടാണ് വളർത്തി പടിപടിയായി വളർത്തി കൊണ്ടുവരുന്നത്. എന്നിട്ട് അവസാനം സ്വന്തം കാലിൽ നിൽക്കാനാകും എന്നാവുമ്പോൾ ഈ കണ്ട നന്മകളൊക്കെ മറന്നിട്ട് ഇന്നലെ പഞ്ചാര വാക്കുമായി വന്ന ഒരുവനെ കാണുമ്പോൾ പറയുകയാണ്, സ്നേഹത്തിന് വിലയില്ലേ? സ്നേഹമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഞാൻ വാക്കുകൊടുത്തുപോയി. യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ വിലയെന്താണെന്നറിയുമെങ്കിൽ വർഷങ്ങളോളം പോറ്റി വളർത്തിയ നിൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും സ്നേഹത്തിൻ്റെ വില നിനക്കറിയാൻ സാധിക്കുമായിരുന്നു. അതാണ് യഥാർത്ഥ സ്നേഹം. മറ്റവൻ ഇന്നലെ വന്നവനാണ്, അവൻ നാളെ വിട്ടു പോകും. നിന്നേക്കാൾ നല്ലത് കണ്ടാൽ അവൻ അതിലേക്ക് ചായും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. എത്ര കുടുംബങ്ങളാണ്, എത്ര ഉമ്മയും വാപ്പയുമാണ് കണ്ണുനീരിൽ ജീവിക്കുന്നത്. ഇനിയോ
ഇതുപോലെ നല്ല രൂപത്തിൽ പഠിക്കാനയച്ചാൽ ആവശ്യത്തിനുള്ള ചെലവും ഒക്കെ കടം വാങ്ങിയിട്ടെങ്കിലും കൊടുക്കുന്നുണ്ടാവും. എന്നാലും ആ പണവും എടുത്ത് ആ പൈസ എടുത്ത് ഒരു ലജ്ജയുമില്ലാതെ മയക്കുമരുന്നിനും അതുപോലെയുള്ള ഹറാമുകൾക്കും അടിമപ്പെട്ട് പിന്നീട് അത് വിറ്റ് കാശുണ്ടാക്കാൻ പോകും. എന്നിട്ട് പിടിക്കപ്പെടും. ഒരു കുടുംബം, ഉമ്മ, വാപ്പ, സഹോദരങ്ങൾ, സഹോദരിമാർ പിന്നീട് അതിൻ്റെ പ്രയാസത്തിൽ ഈ പറഞ്ഞ രൂപത്തിൽ കണ്ണുനീരുമായി ജീവിക്കുകയാണ്. ഇതൊക്കെ ഉഖൂഖാണ്. ഇതൊക്കെ മാതാപിതാക്കളോടുള്ള ഉപദ്രവമാണ്, അവർ ഉപദ്രവിക്കലാണ്. സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അതിന് ദുനിയാവിൽ ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരും. ദുനിയാവിൽ അതിനുള്ള ശിക്ഷ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും, ഒരു സംശയവുമില്ല, ഇന്നല്ലെങ്കിൽ നാളെ. ഇനി ദുനിയാവിൽ ആരെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ രക്ഷപ്പെടുകയില്ല. സാധ്യത 100ൽ 99.9% ഇല്ല. എന്തായാലും ദുനിയാവിൽ അനുഭവിക്കും. ഇനി ദുനിയാവിൽ ആരെങ്കിലും രക്ഷപ്പെട്ടുവെങ്കിലും പരലോകത്ത് ഒരിക്കലും രക്ഷപ്പെടും എന്ന് വിചാരിക്കേണ്ടതില്ല. അത് കേവലം മിഥ്യാധാരണയാണ്. പരലോകത്ത് ശിക്ഷിക്കപ്പെടും. ദുനിയാവിൽ എന്തുകൊണ്ടാണ് 100ൽ 100% അതിനോടടുത്ത കണക്ക് പറയാൻ കാരണം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മാതാപിതാക്കളാകും. നമ്മൾ എങ്ങനെ ആയിരുന്നോ അതുപോലെ ആയിരിക്കുമല്ലോ സഹോദരങ്ങളെ നമുക്കും കിട്ടുക. നമ്മൾ നന്മകൾ ചെയ്താൽ അതിൻ്റെ തിക്തഫലമായിരിക്കും നമുക്കും. അള്ളാഹു പറഞ്ഞതുപോലെ അൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, നന്മക്ക് നന്മയല്ലാതെ മറ്റെന്താണുള്ളത്? നന്മക്ക് മാത്രമേ നന്മ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാ അർത്ഥത്തിലുമുള്ള ഉഖൂഖുകളും ഉപദ്രവങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നേരത്തെ നമ്മൾ കേട്ട ആയത്താണ്. നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അള്ളാഹുവിനെ, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ഗുണം ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. അള്ളാഹു അവനോടുള്ള ബാധ്യത എടുത്തു പറഞ്ഞതിൻ്റെ തൊട്ടുടനെ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ എടുത്തു പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അവരിൽ 2 പേരോ അവരിൽ ഒരാളോ നിൻ്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിച്ചാൽ, പൊതുവെ വാർദ്ധക്യം പ്രാപിച്ചാൽ നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുള്ളത് പോലെ കുറച്ച് ദേഷ്യം, അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. അള്ളാഹു പറയുകയാണ്, ഛേ എന്ന വാക്ക് പറയരുത്. എന്താണ് ഛേ എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ? ഛേ എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പൊതുവെ ഒരു ചെറിയ അനിഷ്ടമുണ്ടായാലാണ് ഛേ എന്ന് പറയുക. അത് അള്ളാഹു വിലക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എത്ര അതിനേക്കാൾ കടുത്ത വാക്കുകളാണ് നമ്മൾ പ്രയോഗിക്കാറുള്ളത്. അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. അള്ളാഹു പറയുകയാണ്, ഛേ എന്ന വാക്ക് പറയരുത്. ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, അവരെ വിരട്ടരുത്, അവരോട് കയർക്കരുത്. നമ്മളൊന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിക്കാൻ കയറുന്ന പരിപാടിയാണ്, നേരെ ഇടിച്ചു കയറും. അള്ളാഹു പറയുകയാണ്, അവരെ വിരട്ടരുത്, അവരോട് കയർക്കരുത്. പിന്നെയോ വഖുൽ ലഹുമാ ഖൗലൻ കരീമ, മാന്യമായി സംസാരിക്കുക, മാന്യമായ വാക്കുകൾ അവരോട് പറയുക എന്നാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുകയാണ്, വഖ്ഫിദ് ലഹുമാ ജനാഹ അദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൻ്റെ ചിറകുകൾ നീ അവർക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കുക, അഥവാ കാരുണ്യത്തോടെ അവരോട് പെരുമാറണമെന്നാണ്. അതോടൊപ്പം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാനും അള്ളാഹു പറയുകയാണ്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, അള്ളാഹുവെ ചെറുപ്പത്തിൽ എന്നെ എൻ്റെ മാതാപിതാക്കൾ പോറ്റി വളർത്തിയതുപോലെ, എന്നോട് കാരുണ്യം കാണിച്ചതുപോലെ അവരോടും നീ കാരുണ്യം ചൊരിയണേ. ഇത് സഹോദരങ്ങളെ വളരെ മനോഹരമായ ഒരായത്താണിത്. മാതാപിതാക്കളോടുള്ള ബാധ്യത എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ട, നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. പഠിക്കാൻ എളുപ്പമാണ്, പക്ഷേ പ്രാവർത്തികമാക്കുന്ന വിഷയത്തിലാണ് നമുക്ക് പലപ്പോഴും അബദ്ധമുണ്ടാവാറുള്ളത്. പ്രത്യേകിച്ച് പ്രായമേറിയ മാതാപിതാക്കൾ, വയസ്സായ ആളുകൾ, അവരെ കൂടുതൽ പരിഗണിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരു മുസ്ലിമായ, ഇസ്ലാമിലായിക്കൊണ്ട് വാർദ്ധക്യം പ്രാപിച്ച, താടി നരച്ച ഒരാൾക്ക് ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്.
അപ്പോൾ നമ്മുടെ മാതാപിതാക്കളായാൽ അത് കൂടുതൽ സഹോദരങ്ങളെ സ്ഥാനം നൽകേണ്ട ഒന്നാണ്, കൂടുതൽ പരിഗണന നൽകേണ്ട ഒന്നാണ്. അത് വിവാഹത്തിന് ശേഷമായാലും നമ്മുടെ ഭാര്യ മുന്നിൽ നിന്നാലും നമുക്ക് നമ്മുടെ മാതാപിതാക്കളായിരിക്കണം കൂടുതൽ പ്രാധാന്യം. അത് രണ്ടും നൂല് പോലെ പൊട്ടാതെ കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കണം. ഒന്ന് പൊട്ടിച്ച് മറ്റേത് നന്നാക്കാൻ നോക്കുകയല്ല, മറിച്ച് ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ രണ്ടും പൊട്ടാതെ കൊണ്ടുപോവുക എന്നതാണ്. പൊതുവേ ഈ പറഞ്ഞ വിഷയവും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. അമ്മായിയമ്മ പോര്, അവിടെ ഹിക്മത്തോടുകൂടി പെരുമാറാൻ, ഉമ്മയെയും വെറുപ്പിക്കരുത്, ഭാര്യയെയും വെറുപ്പിക്കരുത്, ആ രൂപത്തിൽ അതിനിടയിൽ ബുദ്ധിപരമായി നീങ്ങാൻ നമുക്ക് സാധിക്കണം. അത് പറയാൻ എളുപ്പമാണ്, കേൾക്കാൻ എളുപ്പമാണ്, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് വേണ്ടത്. ഇനി മാതാപിതാക്കൾ അവർ മുസ്ലിമീങ്ങളല്ല എങ്കിലും അവർ തൗഹീദില്ലാത്ത ഷിർക്കിൻ്റെ ആളുകളാണ് എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മര്യാദകൾ പറഞ്ഞിട്ടുണ്ട്. അവരോട് പോലും എങ്ങനെ പെരുമാറണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഅഹുമാ, സൂറത്തുൽ ലുഖ്മാനിൽ അള്ളാഹു പറഞ്ഞു, അവർ ഷിർക്ക് ചെയ്യാൻ നിനക്കറിവില്ലാത്ത ഒരു കാര്യത്തിൽ എന്നിൽ പങ്കുചേർക്കാൻ നിന്നെ പരിശ്രമിപ്പിച്ചാലും നിന്നെ പിടിച്ചു വലിച്ചാലും നീ അവരെ അനുസരിക്കരുത്. ഫലാ തുതിഅഹുമ എന്ന് അള്ളാഹു പറഞ്ഞു. പക്ഷേ അവരെ ഉപദ്രവിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. മാത്രമല്ല അള്ളാഹു തആല ഈ ദീൻ അതെത്രമാത്രം നീതിപൂർണമാണ് എന്നതുകൂടി അതിലൂടെ അറിയിക്കുന്നു. വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ, അവരെ അനുസരിക്കരുത് എന്ന് പറഞ്ഞതോടൊപ്പം ദുനിയാവിൽ അവരോട് രണ്ടുപേരോടും നീ നന്മ ചെയ്യുക, ഗുണം ചെയ്യുക എന്നും അള്ളാഹു ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, അവർ ദീനിലില്ലാത്തവരാണെങ്കിൽ കൂടി ഉപദ്രവിക്കാൻ അള്ളാഹു നമുക്ക് അനുവാദം നൽകിയിട്ടില്ല, അവരെ പ്രയാസപ്പെടുത്താൻ അള്ളാഹു നമുക്ക് അനുവാദം നൽകിയിട്ടില്ല. മറിച്ച് നല്ല രൂപത്തിൽ ദുനിയാവിൽ അവരോട് പെരുമാറാനാണ് അള്ളാഹു എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ കാര്യത്തിൽ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ബാധ്യതയോടുകൂടി ചേർത്ത് ഇത് പറഞ്ഞത് വെറുതെയല്ല എന്ന് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ച് തൗഹീദുള്ള മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ മാതാപിതാക്കളാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്നേഹവും ആദരവും വാത്സല്യവും കാരുണ്യവും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. അത് വലിയ നിഅമത്താണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിൻ്റെ ഖലീലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാപ്പ മുശ്രിക്കായിരുന്നു. ആസർ വിഗ്രഹാരാധകനായിരുന്നു. ആസർ വിഗ്രഹത്തെ ഉണ്ടാക്കി വിൽക്കുന്നവനായിരുന്നു, വിഗ്രഹത്തെ ആരാധിക്കുന്നവനായിരുന്നു. കല്ലെറിഞ്ഞോടിക്കുമെന്ന് മകനോട് പറഞ്ഞ ആളായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഹീദുള്ള മാതാപിതാക്കളെ നൽകിയെങ്കിൽ അത് നിഅമത്താണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. വാപ്പ ഉമ്മ എന്ന സ്നേഹത്തോടെ വിളിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് അൽഹംദുലില്ലാഹ് വലിയ നിഅമത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വളരെ ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭൗതികമായ കാര്യങ്ങൾ പറഞ്ഞാൽ അവരെ അനുസരിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. ഇനി തിരുത്താണെങ്കിൽ കൂടി മാന്യമായി തിരുത്താനും നല്ല രൂപത്തിൽ ഉപദേശിക്കാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മാന്യമായി സംസാരിക്കുക, പൊതുവെ മറ്റുള്ളവരോടെല്ലാവരോടും മാന്യമായി പെരുമാറിയിട്ട് വീട്ടിനകത്ത് പ്രത്യേകിച്ച് മാതാപിതാക്കളോട് നമുക്കതിന് സാധിക്കുന്നില്ല എങ്കിൽ അത് വളരെ ഗൗരവമാണ് എന്നുകൂടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നതിന് ശേഷം വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കൽ എന്ന് പറഞ്ഞു തരികയാണ്. ഇത് വൻപാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൻപാപങ്ങളുടെ കൂട്ടത്തിലാണ് അവിടുന്ന് എണ്ണിപ്പറഞ്ഞത്. ശേഷം സഹാബി പറയുകയാണ്, വകാന മുത്തകിഅൻ ഫജലസ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചാരി ഇരുന്നു കൊണ്ടായിരുന്നു ഈ കാര്യം പറയുന്നത്. അവിടുന്ന് ഇങ്ങനെ ചാരി ഇരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ആ ചാരി ഇരുത്തത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഇൽമ് പറഞ്ഞു കൊടുക്കുമ്പോൾ ചാർന്ന് ഇരിക്കാം, അതനോദിനമാണ് എന്നത് ആ ഹദീസിൽ നിന്ന് കിട്ടും. അതൊരു ഫായിദയാണ്, ഗുണപാഠമാണ് എന്ന നിലക്ക് സൂചിപ്പിച്ചു എന്നു മാത്രം. സഹാബി പറയുകയാണ്, വകാന മുത്തകിഅൻ ഫജലസ ഫഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാർന്ന് ഇരുന്നു കൊണ്ട് വീണ്ടും അവിടുന്ന് തുടരുകയാണ്, പിന്നെയും പറയുകയാണ്, അലാ വഖൗലു സൂർ, അലാ വശഹാദത്തു സൂർ, അറിയുക. അല എന്ന് പറഞ്ഞാൽ അറിയുക. അല എന്ന വാക്ക് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു, പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്താനാണ്, അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് അല എന്ന വാക്ക് ഉപയോഗിക്കുക. അവിടുന്ന് പറയുകയാണ്, അല, നിങ്ങൾ അറിയുക, നിങ്ങൾ അറിയണം. വഖൗലു സൂർ, ഖൗലു സൂർ എന്നത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. എന്താണ് സഹോദരങ്ങളെ ഖൗലു സൂർ എന്ന് പറഞ്ഞാൽ? ഖൗൽ എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ് അർത്ഥം. അസൂർ എന്ന് പറഞ്ഞാൽ അൽ കദിബ്, കളവ് എന്നതിനർത്ഥമുണ്ട്. വൽ ബുഹ്താൻ, ആരോപണം എന്നത് അതിനർത്ഥമുണ്ട്. വൽ ഇഫ്തിറ, കെട്ടിച്ചമക്കുക എന്നത് അതിനർത്ഥമുണ്ട്. ഇപ്പോൾ കളവ് പറയലും കളവ് ആരോപിക്കലും കളവ് കെട്ടിച്ചമക്കലും വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്. പൊതുവെ സഹോദരങ്ങളെ, ഈ കാര്യത്തിൽ പലപ്പോഴും ജനങ്ങൾക്കിടയിൽ അലംഭാവം ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. കളവ് എന്ന് പറഞ്ഞാൽ, കള്ളം പറയുക എന്ന് പറഞ്ഞാൽ ചെറിയ തെറ്റല്ല. കള്ളം പറയുക എന്ന് പറഞ്ഞാൽ ചെറിയ തെറ്റല്ല. അത് ചെറിയ കാര്യമായാലും ശരി, കളവ് എന്നുള്ളത് പറയരുത്. കളവ് ഒരിക്കലും നമ്മുടെ നാവിൻ തുമ്പത്ത് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് സത്യസന്ധമായ വാക്കുകൾ മാത്രമേ നമ്മുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ സത്യം പറഞ്ഞാൽ, സത്യസന്ധനായി ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യസന്ധൻ എന്ന് പേര് രേഖപ്പെടുത്തപ്പെടും. പിന്നെ അയാൾ വിചാരിച്ചാൽ പോലും കളവ് പറയാൻ കഴിയില്ല. സത്യസന്ധൻ എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയാൽ പിന്നെ കളവ് നാവിൽ നിന്ന് വരികയില്ല. നേരെ തിരിച്ച് ഒരാൾ കളവ് പറയുകയും കളവിന് വേണ്ടി പണിയെടുക്കുകയും, അഥവാ കളവ് തന്നെ അള്ളാഹു കദ്ദാബ്, കളവ് പറയുന്നവൻ എന്ന് രേഖപ്പെടുത്തും. പിന്നെ സഹോദരങ്ങളെ, അത് വളരെ ഗൗരവമായിരിക്കും. പറഞ്ഞതുപോലെ പിന്നെ സത്യം നാവുന്നു വരികയില്ല. വളരെ ഗൗരവമാണ്. കളവ് എന്നത് ഒരു ചെറിയ കാര്യത്തിന് പോലും നമ്മൾ കളവ് പറയരുത്. ആ ശീലം ഒരിക്കലും നമുക്കുണ്ടാവരുത്. നമ്മുടെ ചെറിയ മക്കൾക്ക് വരെ പഠിപ്പിച്ചു കൊടുക്കണം. മക്കളോട് നമ്മൾ പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. അവരത് പഠിക്കും. പ്രത്യേകിച്ച് പ്രായമേറിയ ഉമ്മമാർ, വല്യുമ്മമാർ ശ്രദ്ധിക്കണം. ചിലപ്പോൾ കുട്ടികളോട് അറിയാതെ കളവ് പറയും. കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിളിച്ചാൽ വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കളവ് പറയും. പാടില്ല, അങ്ങനെ കളവ് പറയരുത്. കാരണം ആ കുട്ടികൾക്കും ആ കുട്ടികളിലും അതിൻ്റെ സ്വാധീനമുണ്ടാകും. പിന്നീട് ആ കുട്ടികളും കളവ് പറയും, സത്യം പറയുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കളവ് എന്നത് വളരെ ഗൗരവമാണ്. ഖൗലു സൂർ എന്ന് പറഞ്ഞാൽ കളവ് അതിൽ പ്രധാനമായും വരും. അതുപോലെ അൽ ബുഹ്താൻ, ബുഹ്താൻ എന്ന് പറഞ്ഞാൽ ആരോപണം എന്നാണ്. ആരോപണം എന്താണ്? ആരോപണത്തിൻ്റെ പ്രത്യേകത എന്താ? ഇല്ലാത്ത ഒരു കാര്യം ആരോപിക്കുക, വെറുതെ പറയുക. ആളുകളുടെ പേരിൽ കളവ് ആരോപിക്കുക. അയാൾ ഇങ്ങനെയാണ്, അയാൾ അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കളവ് ആരോപിക്കുക. അതാണ് ബുഹ്താൻ എന്ന് പറഞ്ഞാൽ. കേട്ടാൽ അന്തം വിട്ടു പോകുന്ന ജാതി കളവ് ആരോപിക്കുക. അതുപോലെ അൽ ഇഫ്തിറ, ഇഫ്തിറ എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം കെട്ടിച്ചമക്കുക. ആരോപിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, ചിലപ്പോൾ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം, ഒക്കെ ആയിരിക്കാം. എന്നാൽ ഇഫ്തിറ എന്ന് പറഞ്ഞാൽ എന്താ? മനഃപൂർവ്വം കെട്ടിച്ചമക്കുക. ഒരാളുടെ പേരിൽ കളവ് കെട്ടിച്ചമക്കുക, ഇല്ലാത്ത ഒരു കാര്യം അയാളുടെ മേൽ വെച്ച് കെട്ടുക എന്നുള്ളതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപങ്ങളിൽ പെട്ട ഒരു വൻപാപമായിട്ടാണ് സഹോദരങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളത്. വളരെ ഗൗരവമാണ്. ഇത്തരം ഒരു തെറ്റും ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം വളരെ ഗൗരവമാണ് ഖൗലു സൂർ. അതുപോലെ അവിടുന്ന് വീണ്ടും പറയുകയാണ്, അലാ വശഹാദത്തു സൂർ,
അറിയുക. ഷഹാദത്തു സൂർ, ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം പറയൽ, സാക്ഷി നിൽക്കൽ. അസൂർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ കളവിന്, വ്യാജത്തിന്, വ്യാജമായ ഇല്ലാത്ത ഒരു കാര്യത്തിന് സാക്ഷിയാവുക, അതിൻ്റെ ആളായി മാറുക. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൻ്റെ കൂട്ടത്തിൽ എണ്ണിപ്പറയുകയാണ്. ഇത് സഹോദരങ്ങളെ, രണ്ടാമത് പറഞ്ഞ ഷഹാദത്തു സൂർ എന്നത് വളരെ ഗൗരവമാണ്. ഇല്ലാത്ത ഒരു കാര്യത്തിന്, കാണാത്ത ഒരു കാര്യത്തിന് ഖാദിയുടെ അടുക്കൽ, അതല്ലെങ്കിൽ ആ രൂപത്തിൽ പോയിട്ട് സാക്ഷ്യം പറയുക. പൈസ കൊടുത്തിട്ട് ആളെ കൊണ്ടുപോകും. ഇല്ലാത്ത സാക്ഷിയെ കൊണ്ടുപോകുന്ന ചില അവസ്ഥകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് എന്തിനും ആളെ കിട്ടും. പൈസ കൊടുത്താൽ കാണാത്തത് കണ്ട് എന്ന് പറയാനും കണ്ടത് കണ്ടില്ല എന്ന് പറയാനും ആളുകൾ റെഡിയാണ്. അത് യഥാർത്ഥത്തിൽ ഷഹാദത്തു സൂറാണ്, വ്യാജ സാക്ഷ്യം. ഇല്ലാത്ത വ്യാജമായ സാക്ഷ്യം ഖാദിയുടെ, അതല്ലെങ്കിൽ ഭരണാധികാരിയുടെ, ന്യായാധിപൻ്റെ അടുത്ത് പോയി അങ്ങനെ സാക്ഷ്യം പറയുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ, ഒരാളെക്കുറിച്ച് ഇല്ലാത്ത തസ്കിയത്ത് പറയുക. ഒരാൾ അറിയപ്പെട്ട തെമ്മാടിയാണ്, അതല്ലെങ്കിൽ തിന്മയുടെ ആളാണ്. ഇപ്പോൾ വിവാഹം ആലോചിച്ച് വന്നു, അത് നല്ല മനുഷ്യനാണ് എന്ന് പറയരുത്. പ്രത്യേകിച്ച് അത്തരം സന്ദർഭങ്ങളിൽ സത്യമായി പറയാൻ നമുക്ക് അനുവാദമുണ്ട്. അത് ഗീബത്തല്ല. അല്ലെങ്കിൽ ഒരാൾ ബിസിനസ്സിനു വേണ്ടി ഇന്ന ആളുടെ കൂട്ടത്തിൽ കൂടട്ടെ എന്ന് നമ്മളോട് ഒന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് ഗീബത്തല്ല, അയാളിൽ ഉള്ള അയാളുടെ തെറ്റാണ്. പക്ഷേ ആ സമയത്തത് പറഞ്ഞു കൊടുക്കണം. കാരണം എന്താ, മറ്റുള്ള ആളുകൾ പോയി പെടരുത്. വിവാഹം അന്വേഷിച്ചു വന്നു, ഒരാൾ കൊള്ളാത്ത ആളാണ്, അയാളുടെ അടുക്കൽ തിന്മകളുണ്ട്, ആൾ ശരിയല്ല എങ്കിൽ നമ്മൾ അതുപോലെ പറഞ്ഞു കൊടുക്കണം. കുഴപ്പമൊന്നുമില്ല, നിങ്ങളെടുത്തോ, ബാക്കിയൊക്കെ ശരിയാക്കാം എന്ന് പറഞ്ഞ് തലയെ കെട്ടി വെക്കരുത്. കാരണം എന്താ, കുറച്ച് കഴിഞ്ഞാൽ ഇയാൾ അതുകൊണ്ട് ഒയലേണ്ടി വരും. അപ്പം അത് ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കണം. ഇല്ലാത്ത തസ്കിയത്ത് കൊടുക്കരുത്. അത് നല്ല 100 അടിപൊളി ചെറുക്കനാണ്, അല്ലെങ്കിൽ നല്ല പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്തത് അടിച്ച് തട്ടി വിട്ടിട്ട് കല്യാണം കഴിപ്പിക്കുക. അത് പിന്നീട് വലിയ പ്രശ്നത്തിലെത്തും. വളരെ ഗൗരവമാണ്. അത് ഷഹാദത്തു സൂറാണ്, പാടില്ല. അതുപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞത്, ഒരാൾ ബിസിനസ്സിൽ പൈസ ഇറക്കാൻ ആൾ തരികിടാണെങ്കിലോ, ആൾ അടവിൻ്റെ ആളാണെങ്കിൽ പറഞ്ഞു കൊടുക്കണം, ആൾ ശരിയല്ല, നിങ്ങളെ പൈസ പോകാൻ സാധ്യതയുണ്ട്, നിങ്ങൾ അയാളുടെ കൂടെ കൂട്ടുകൂടിയാൽ നിങ്ങളെ കാര്യം കട്ടപ്പുകയാകും എന്ന് പറഞ്ഞു കൊടുക്കണം. അതല്ലെങ്കിൽ ഈ സാധു പൈസ കൊണ്ടുപോയിട്ടിട്ട് ഇയാൾ നഷ്ടത്തിലായി പോവും. ഒരാളെ നമ്മൾ അറിഞ്ഞുകൊണ്ട് കുഴിയിൽ ചാടിക്കരുത്. നമ്മൾ പോയിട്ട് പോവോ? ഇല്ലല്ലോ. ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ അവസ്ഥ ആലോചിച്ചാൽ മതി. നമ്മൾ ചെയ്യോ എങ്കിൽ നമ്മൾ ചെയ്യരുത്. നമ്മൾ മക്കളെ കൊണ്ട് ചെയ്യിക്കോ? ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യരുത്. നമ്മുടെ പൈസ എടുത്തിട്ട് ചെയ്യോ? ഇല്ല. അപ്പം അതുപോലെയാണ് നമ്മുടെ അവസ്ഥ. ആ സമയത്ത് നോക്കുക, ഞാനാണെങ്കിൽ ചെയ്യുമോ? ഇല്ല എങ്കിൽ വേറൊരാളുടെ തലയിൽ അത് കെട്ടിവെക്കാനുള്ള ഇല്ലാത്ത തസ്കിയത്ത് കൊടുക്കരുത്. ഏത് വിഷയത്തിലായാലും ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഇല്ലാത്ത ബാത്തിലായ തസ്കിയത്ത് കൊടുക്കരുത്. അതും ഷഹാദത്തു സൂറിൽ പെട്ടതാണ്, വ്യാജ സാക്ഷ്യം എന്നതിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ ഷിർക്കിൻ്റെ കൂടെ, ബിംബാരാധനയുടെ കൂടെ ഖൗലു സൂർ എടുത്തു പറഞ്ഞതായി കാണാം. അള്ളാഹു പറഞ്ഞു, ഫജ്തനിബുർ റിജ്സ മിനൽ ഔസാൻ, ബിംബങ്ങൾ അഥവാ വിഗ്രഹങ്ങൾ, അതുപോലെയുള്ള ഷിർക്ക്, അതിൻ്റെ മ്ലേച്ഛതകൾ നിങ്ങൾ ഉപേക്ഷിക്കുക. വജ്തനിബു ഖൗല സൂർ, വ്യാജ വർത്തമാനത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ നല്ലവരായ അടിമകൾ ഇബാദുർ റഹ്മാൻ, അവരെക്കുറിച്ച് സൂറത്തുൽ ഫുർഖാനിൽ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, അവർ അഹങ്കാരമില്ലാത്തവരാണ്, അതുപോലെ രാത്രി നിസ്കരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ എടുത്തു പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു, വല്ലദീന ലാ യശ്ഹദൂന സൂറ, അവർ ഈ സൂറിന്, വ്യാജത്തിന് സാക്ഷ്യം നിൽക്കാത്തവരാണ്. അഥവാ വ്യാജ വർത്തമാനം, വ്യാജ വാർത്തകൾ, അതിന് സാക്ഷ്യം നിൽക്കാത്തവരാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാം.
എന്താണ് ഖൗലു സൂർ, എന്താണ് ഷഹാദത്തു സൂർ എന്ന് കൂടുതൽ വ്യക്തമാക്കി തരുന്ന തഫ്സീറുകൾ നമുക്ക് കാണാം. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, മുൻഗാമികൾ സലഫുകൾ അഥവാ സഹാബികൾ മുതൽ താബിഈങ്ങൾ അവരിൽ നിന്നൊക്കെ ഉള്ള ഉദ്ധരണി അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. എന്താണ് അള്ളാഹു ഇവിടെ പറഞ്ഞ അസ്സൂർ? ഹുവ ശിർക്കു വ ഇബാദത്തുൽ അസ്നാം. ഷിർക്കാണ് സൂർ എന്ന് പറഞ്ഞാൽ, അത് ഷിർക്കാണ്, ബിംബാരാധനയാണ്, വിഗ്രഹാരാധനയാണ് എന്ന് തഫ്സീർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ കദിബ്, കളവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കളവ് എന്നത് ഈ പറഞ്ഞ സൂറിന് അർത്ഥമുണ്ട്. അതുപോലെ അൽ ഫിസ്ഖ്, അധർമ്മം, തെമ്മാടിത്തം എന്നൊക്കെ പറയുന്നില്ലേ. അതുപോലെ വല്ലഗ്വ്, സംഗീതം, വാദ്യോപകരണം, അങ്ങനെയുള്ള വിനോദങ്ങൾ. വൽ ബാത്തിൽ, ബാത്തിലായ കാര്യങ്ങൾ, വ്യർത്ഥമായ ഒരടിസ്ഥാനവുമില്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് സൂർ എന്നത്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു ഹുവൽ ലഗ്വു വൽ ഗിനാ, വാദ്യോപകരണങ്ങൾ, സംഗീതം, അതുപോലെയുള്ളതാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് മുൻഗാമികൾ അഭിപ്രായപ്പെട്ടത് ഹിയ അയാദുൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ, കാഫിറുകളുടെ ആഘോഷങ്ങളെക്കുറിച്ചാണ് അള്ളാഹു ഖൗലു സൂർ എന്ന് പറഞ്ഞത്. അത് കാഫിറുകളായ, മുശ്രിക്കുകളായ, ബഹുദൈവ വിശ്വാസികളായ ആളുകളുടെ ആഘോഷങ്ങൾ ഈ പറഞ്ഞ പരിധിയിലാണ് വരിക. അതിൽ നേരത്തെ പറഞ്ഞ വിശദീകരണം വളരെ കൃത്യമാണ്. കദിബ്, കളവുണ്ട്. പലതും ഐതിഹ്യങ്ങളായിരിക്കും, പലതും കെട്ടിച്ചമക്കപ്പെട്ട കഥകളായിരിക്കും, പലതും ആരോപണമായിരിക്കും. ഉദാഹരണത്തിന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട ആഘോഷം നോക്കൂ നിങ്ങൾ. അതിൻ്റെ തീയതി പോലും തെറ്റാണ് എന്നാണ് പല ചരിത്ര പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്നത് കഠോരമായ അപരാധമാണ്, ആരോപണമാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പം അങ്ങനെ കുഫാറുകളുടെ, മുശ്രിക്കുകളുടെ ആഘോഷമാണ് അസ്സൂർ എന്നത് അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ചില മുൻഗാമികൾ പറഞ്ഞു മജാലിസുസു, മോശമായ സദസ്സ്, വൃത്തികെട്ട ഹറാമുകൾ നിറഞ്ഞ സദസ്സുകൾ. ഇപ്പോൾ കളവും ചീത്തയും അതുപോലുള്ള തോന്നിവാസങ്ങളും എല്ലാമുള്ള സദസ്സുകൾ ഈ പരിധിയിൽ വരും. അതുപോലെ ചില മുൻഗാമികൾ പറഞ്ഞു ഷുർബുൽ ഖംർ, മദ്യം വിളമ്പുന്ന സദസ്സ്, അത് ഈ പരിധിയിൽ വരുമെന്നാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അത് ഈ പറഞ്ഞ സൂർ, അതിന് സാക്ഷ്യം നിൽക്കാത്തവരാണ് അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ. അത്തരം ഹറാമുകളുള്ള സദസ്സുകളിലേക്ക് അവർ പോവുകയില്ല. ഏത് ഹറാമായാലും, അവന് മദ്യം വിളമ്പിയാലും ശരി, അതല്ലാതെ നേരത്തെ പറഞ്ഞ പാട്ടും കൂത്തും തോന്നിവാസങ്ങളും അതൊക്കെ ഉള്ള സദസ്സാണെങ്കിലും അതൊക്കെ വ്യാജ വർത്തമാനങ്ങളും വ്യാജ സാക്ഷ്യവും അതിലുണ്ട്. അപ്പം അതൊന്നും ഇബാദുർ റഹ്മാൻ ചെയ്യുകയില്ല, നല്ലവരായ അടിമകൾ ചെയ്യുകയില്ല. അപ്പം അതിനെക്കുറിച്ച് താക്കീത് ചെയ്യുകയാണ് ആര്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ചില മുൻഗാമികൾ പറഞ്ഞു അത് മനഃപൂർവ്വം മറ്റുള്ളവരുടെ മേൽ കളവ് കെട്ടിച്ചമക്കലാണ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ. ഇതൊക്കെ തഫ്സീറുകളിൽ വന്ന വിശദീകരണമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ വഖൗലു സൂർ അലാ വശഹാദത്തു സൂർ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അതിൽപ്പെടും. കളവ്, വ്യാജവർത്തമാനം, അതുപോലെ ഹറാമായ വാക്കുകൾ, കളവ്, ആരോപണം, കെട്ടിച്ചമക്കൽ, ബിംബാരാധന, ഷിർക്ക്, ഷിർക്കുമായി ബന്ധപ്പെട്ട വാക്കുകൾ, കുഫാറുകളുടെ ആഘോഷങ്ങൾ, അധർമ്മം, സംഗീതം, അതുപോലെ മദ്യം വിളമ്പുന്ന സദസ്സ്, അല്ലാത്ത മോശമായ ഹറാമുകൾ നിറഞ്ഞ സദസ്സ്, അതുപോലെ വ്യാജത്തിന്, ഇല്ലാത്തതിന് സാക്ഷ്യം പറയുക, ഇല്ലാത്ത കാര്യങ്ങൾ ആളുകളെക്കുറിച്ച് അവരെ പുകഴ്ത്താൻ തസ്കിയത്ത് എന്ന നിലക്ക് പറയുക, അതിന് സാക്ഷ്യം നിൽക്കുക, ഇതൊക്കെ അതിൽപ്പെട്ടു. ഒരുപാട് വിശാലാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ച രണ്ട് വാക്കുകളാണ് അലാ വഖൗലു സൂർ, അലാ വശഹാദത്തു സൂർ. സഹാബി പറയുകയാണ് ഫമാ സാല യുകർറിറുഹാ ഹത്താ ഖുൽനാ ലൈതഹു സകത. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചാർന്ന് ഇരുന്നുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിക്കുകയാണ്. ഇങ്ങനെ വീണ്ടും വീണ്ടും അവിടുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സഹാബത്ത് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നിപ്പോയി. എന്തുകൊണ്ടാണ്? അവിടുത്തേക്ക് എന്തെങ്കിലും പ്രയാസം സംഭവിക്കുമോ എന്ന് തോന്നിപ്പോയി എന്നാണ്.
സഹോദരങ്ങളെ, സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നെങ്കിൽ, നിർത്തിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചു പോയി. എന്തുകൊണ്ടാണ്? അവിടുത്തെ വർത്തമാനം കേൾക്കാൻ, സംസാരം കേൾക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, അവിടുത്തോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപം, ദേഷ്യം വർദ്ധിച്ച് അവിടുത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നവർ പേടിച്ചുപോയി. അത് അവിടുത്തോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിച്ചതായി കാണാം. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ല, അതുപോലെ ഇമാം അന്നവവി റഹിമഹുല്ല, അവരെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര ഗൗരവത്തിലാണ് ഈ കാര്യം സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സംസാരത്തിൻ്റെ രീതി അവരെ ഭയപ്പെടുത്തി. കാരണം അവിടുന്ന് അത്രയും ഗൗരവത്തിലാണ് ഇത് പറയുന്നത്. ആ പറയുന്ന രൂപം കണ്ടിട്ട് അവിടുത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് അവർ ഭയന്നു പോയി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞ രൂപം? അത് സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ ഹദീസിൽ വന്ന കാര്യങ്ങൾ അത്രയും ഗൗരവപ്പെട്ട കാര്യമാണ്. അതിലേറ്റവും ഗുരുതരമായത് അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളതാണ്. അത് എല്ലാ കാലത്തും നമ്മൾ ഗൗരവത്തിൽ ഭയപ്പെടേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ഗൗരവപ്പെട്ട തിന്മയാണ്. ഇന്ന് അതാണ് ഏറ്റവും നിസ്സാരമായിട്ടുള്ളത്. ഒരാൾ മദ്യപിച്ചു എന്ന് പറഞ്ഞാൽ, വ്യഭിചരിച്ചു എന്ന് പറഞ്ഞാൽ ദേഷ്യം തോന്നുന്ന ആളുകൾക്ക് ഒരാൾ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്ര ഗൗരവം കാണുകയില്ല. നോക്കൂ, ഇത് നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കൽ, തൗഹീദ്, അതിൻ്റെ ഇനങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ. സഹോദരങ്ങളെ, നമുക്കൊരിക്കലും ആ വിഷയത്തിൽ മടുപ്പ് തോന്നരുത്. കാരണം മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് വലിയ പാഠമാണ്. വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അള്ളാഹുവേ, എന്നെയും എൻ്റെ മക്കളെയും ബിംബാരാധനയിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റി നിർത്തണേ. മുൻഗാമികൾ പറഞ്ഞതായി കാണാം, ഇബ്രാഹിം അലൈഹിസ്സലാമിന് ശേഷം ആർക്കാണ് നിർഭയത്വത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ, ഷിർക്കിലേക്ക് അധപ്പതിച്ചു പോകുമോ, ദീനിൽ നിന്ന് തെറ്റിപ്പോകുമോ എന്ന് ഭയപ്പാടുണ്ടാവണം. കാരണം നമുക്ക് ചുറ്റും അതിന് അനുകൂല സാഹചര്യങ്ങളാണ്. തിന്മകൾ, ഷിർക്കും കുഫറും അന്ധവിശ്വാസവും അനാചാരങ്ങളും അങ്ങനെ തുടങ്ങി മനുഷ്യനെ, പ്രത്യേകിച്ചൊരു മുസ്ലിമിനെ പഴപ്പിക്കാൻ, അതുപോലെ തന്നെ കോളേജുകളിൽ, ക്യാമ്പസുകളിൽ, അതുപോലെ സിലബസുകളിൽ നാസ്തികതയും നിരീശ്വര നിർമ്മതവാദങ്ങളും അതിൻ്റെ ആളുകളും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പിന്നാലെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ദീൻ വലിച്ചെറിയുക, തൗഹീദിൽ നിന്ന് തെറ്റിപ്പോവുക, ഷിർക്കിലേക്ക് പോയി വീഴുക എന്നുള്ളതൊന്നും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അത് ആളുകൾക്കൊരു പ്രയാസമല്ലാതെ തോന്നിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് പിന്തിരിപ്പന്മാരാവുക. തൗഹീദ് പറയുന്ന ആളുകളെക്കുറിച്ച് എപ്പോഴും തന്നെ നിങ്ങൾക്ക് ഷിർക്കേ പറയാനുള്ളൂ, വേറെന്തൊക്കെ മസ്അലകളുണ്ട് എന്നൊക്കെ പരിഹസിക്കുന്നതായി കാണാം. തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കണം സഹോദരങ്ങളെ. അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് ഏറ്റവും ഗുരുതരമായ തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കൽ, ഇത് വളരെ ഗൗരവമാണ്, നേരത്തെ പറഞ്ഞതുപോലെ. അതുപോലെ ഖൗലു സൂർ, ഷഹാദത്തു സൂർ ഇന്ന് വ്യാപകമായി നടക്കുന്ന തിന്മകളാണ്. കളവും ആരോപണവും കെട്ടിച്ചമക്കലും ഇല്ലാത്തതിന് സാക്ഷ്യം പറയലും വാദിയെ പ്രതിയാക്കലും ഒക്കെ സ്ഥിരമായി നടക്കുന്നതാണ്. ഇത് വൻപാപങ്ങളിൽ വെച്ച് ഗുരുതരമായ വൻപാപങ്ങൾ എണ്ണിപ്പറഞ്ഞ മഹത്തായ ഒരു ഹദീസാണ് നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ മനസ്സിലാക്കിയത്. ഷെയ്ഖ് റഹിമഹുല്ല അതാണ് ഈ കിതാബിൻ്റെ ആദ്യത്തെ അധ്യായമായി കൊടുത്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് കബായിറുൽ ഖൽബ് അതുപോലെയുള്ള ചില കാര്യങ്ങളാണ്. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ വൻപാപങ്ങൾ ധാരാളക്കണക്കിനുണ്ട് എന്ന് മുന്നേ സൂചിപ്പിച്ചതുപോലെ അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, വൻപാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ
അബദ്ധങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.